മോന്റെ കുപ്പായം. ഇത് എന്റെ വിശ്വന് ചിത്രം വരയ്ക്കാം. ആദ്യം അച്ഛന്റെ നല്ലൊരു ചിത്രം വരയ്ക്കാം. ഇനി മോൻ എന്താണ് വേണ്ടത്? ഒന്നും വേണ്ടേ? വാസുവിന്റെ മോന് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. നാണു, നാണു, വിളക്കും വെട്ടോ ഒന്നും കണ്ടില്ല. ഇരുട്ടത്ത് ഇങ്ങോട്ട് കയറി പോരുന്നതും കണ്ടു. ഇവിടെ ഈ എഴയുന്ന വർഗങ്ങളുള്ള സൂക്ഷിക്കണം. എന്നെ കടിച്ച പാമ്പിയാകുകയേ ഉള്ളൂ. അങ്ങനെ ഇവരാവുന്നതായിരിക്കും. എന്റെ പേര് ഇതാര് പറഞ്ഞു തന്നു? അതൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. തൊട്ടയിലൊക്കെ അല്ലേ, വന്ന ഉടനെ വിവരങ്ങളൊക്കെ തിരക്കി. വയലിൽ നിന്ന് വന്നപ്പോ അറിഞ്ഞു ഇങ്ങനെ ഒരാളിവിടെ താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. അല്ല, ഇനിയിപ്പോ കൃഷിക്കാര്യങ്ങളൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നൂടെ? പ്രായമായ ആമക്കളില്ലേ? ആ കാര്യം പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. എനിക്ക് 2 ആമക്കളും ഒരു പെണ്ണുമാണ്. മൂത്തത് കൊച്ചീഷ. അവൻ അമ്പലപ്പുഴ മുതലാളിയുടെ കൂടെ ഡ്രൈവറാ. ഒന്നും തരാനും വേണ്ടിയിട്ടൊന്നുമില്ല അവന്. പിന്നെ ഞാൻ കിടന്ന് പണിപ്പെട്ടാലായി. ഇനിയിപ്പോ എന്തുവാ, ഒരു പെണ്ണുള്ളതിനെ ആരെങ്കിലും കൈക്ക് പിടിച്ചിറക്കി വിടണം. മറിഞ്ഞു വീണങ്ങ് ചാകണം. എന്താ മോളെ? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. അച്ഛന്റെ കഞ്ഞി അടച്ചു വെച്ചാ മതിയോ? ഞാൻ ദാ വരുന്നു, വന്നിട്ട് കിടന്നാ മതി. സുശീലയുടെ അമ്മ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ ഒരുമിച്ചല്ല താമസം. എറിയട്ടെ മോനെ, എറിയട്ടെ. എറി നോക്കട്ടെ തന്നെ ഉന്നം. ഈ ആള് മോശമല്ലല്ലോ. അതിന്റെ അച്ഛനുണ്ടോ അവിടെ? ഇല്ല. എവിടെ പോയിരിക്കുക? എനിക്കറിയാൻ വയ്യ. കാലത്തെ ബോട്ടും കൊണ്ട് പോയതാ. വൈകുന്നേരം ഞങ്ങൾ വരുമെന്ന് പറഞ്ഞേക്കണം. വലിക്കുന്നു. നീ ഇന്നത്തെ ജോലി നോക്കും. വൈകുന്നേരത്തെ കാര്യം വൈകുന്നേരം. എടാ മോനെ, നീ പിടിക്കും. വൈകുന്നേരം ഒരു പക്ഷെ ഞങ്ങൾ അവിടെ വരും. നീ വരുന്നോടാ മോനെ? തിരിച്ചു വരുമ്പോ ഇവിടെ കൊണ്ട് വിടാം. ഇല്ല. മീൻ വറുത്തോ ഉണ്ടോടാ മോനെ? എനിക്കറിയില്ല. ഔസഫേ, വിട്ടോ വിട്ടോ.
ഇങ്ങനെ ഇരുട്ട് വെളുക്കോളം ഇരുന്ന് കുടിക്കാനൊക്കത്തില്ല. ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഇനി ഞാൻ സമ്മതിക്കത്തില്ല. അവള് പറയുന്നതിലും ഞങ്ങളെ കാര്യമുണ്ട്. അല്ലടോ അപ്പച്ചൻ മാപ്പിളേ, കാര്യമുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയാലോ? മതിയടാ ഞാൻ പോവാ. അച്ചായം പറയുന്ന കേട്ടാ തോന്നുമല്ല ഇവിടെ ഇരിക്കാൻ കാരണം ഞാനാണെന്ന്. വാ പോ. പതുക്കെ. എന്റെ ഭാര്യ എവിടെ? കമലാക്ഷി ഞാൻ മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? എന്റെ ഭാര്യ ഭാര്യ എന്റെ മോൻ വിശ്വനാഥ വിശ്വനാഥ. ഓ, തുടങ്ങി പാതിരാത്രിക്ക് മോനോടൊരു സ്നേഹം. കൊല്ലും ഞാൻ. എന്റെ മോനല്ലാതെ പിന്നെ ഞാൻ ആരും സ്നേഹിക്കാൻ? നീ ആരടി? ഞാൻ ആരുമല്ല. മിണ്ടിപ്പോരുത്, കൊല്ലും ഞാൻ. നിന്റെ ചേട്ടത്തി ഉണ്ടല്ലോ, ഇതേ അട്ടേപ്പോലെ കിടക്കുന്നത് എന്റെ ഭാര്യ. അവള് വിചാരിച്ചിട്ട് വാജുവിനെ വരട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടുള്ള അവളുടെ അനിയത്തി നീ. ഇങ്ങോട്ട് കിടക്കുന്നേ. ചുമ്മാ ഇരിയടി, എന്നെ അങ്ങനെ വരട്ടാകടി. ഞാനൊരു ചാവിട്ട് വെച്ച് തരും. എന്താടാ പള്ളിക്കൂടെ നേരത്തെ വിട്ടിരിക്കുന്നേ? ഇന്നും ഹെഡ് മാസ്റ്റർ ചത്തോ? എനിക്കറിയില്ല. ഞാൻ വരാം. എന്നാ പിടിച്ചോ, ഇനി നീ പിടിക്കോ. ഓരോന്ന് ആലോചിക്കുമ്പോ കുറച്ച് വിഷം വാങ്ങിച്ചു കഴിച്ചെല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിക്കും. വാസുവിനാണെങ്കിൽ ബോധമില്ല, നിന്റെ അനിയത്തിപ്പണിനാണെങ്കിൽ മുന്നും പിന്നുമില്ല. നിന്റെ പാടെ എനിക്കറിയാം കമലാക്ഷി. തലയിൽ എഴുതിയത് അനുഭവിക്കാതെ നിൽക്കൂ. നീ അങ്ങനെ സമാധാനിക്കും, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഇങ്ങനൊരു തലയിലെടുത്ത് ഒരു പെണ്ണിനും ഉണ്ടാകാതിരിക്കട്ടെ. താലി കെട്ടി അന്ന് തുടങ്ങിയതാ ഈ കണ്ണീർ. അടിയും ചവിട്ടും എത്ര വേണമെങ്കിലും ഞാൻ കൊള്ളാം. സ്വന്തം അനിയത്തിയും ഭർത്താവും ഇങ്ങനെ തുടങ്ങിയാല് ഞാനതെങ്ങനെ സഹിക്കു വച്ചായ? എത്ര നാളിത് കണ്ടുകൊണ്ടിരിക്കും? എന്നെ എന്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കച്ചായ. ഞാനും എന്റെ മോനും രണ്ട് താറാവുകളെ പോലെ അതുങ്ങളുടെ കൂടെ കഴിഞ്ഞോളാം. കരയാതെ കുഞ്ഞ്, എല്ലാത്തിനും ഒരു വഴി കാണും. എന്നായാലും വാസുവിനൊരു നല്ല ബുദ്ധി വരാതിരിക്കയില്ല. അതുവരെ നീ സമാധാനമായിരിക്കും.
കുളിക്കാൻ പോകുന്നു പറഞ്ഞ് തുണി എടുത്തോണ്ട് പോകുന്നുണ്ട്. ഓരോരുത്തർ തേങ്ങ ചോദിച്ചുകൊണ്ട് നേരെ അടുക്കള വന്ന് കയറിക്കോളും. നിന്റെ അച്ഛനാ ഇങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു കയറ്റുന്നത്. ഇന്ന് അങ്ങനെ വരട്ടെ. അയ്യോ, അതങ്ങനെയല്ല. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. എന്നാലും ആ താറാവുകാരൻ മാപ്പിളയുടെ ഒരു അഹങ്കാരമേ. വീട് കത്തിക്കാനെന്നും പറഞ്ഞ് നേരെ അടുക്കളയിലോട്ടൊരു വരവ്. വൈകുന്നേരം നിന്റെ അച്ഛൻ കള്ളം കുടിച്ചേച്ച് വരുമ്പം ഇതെങ്ങാനും അറിഞ്ഞാൽ മതി. പിന്നെ ഇന്നിവിടെ രാത്രിയില് എല്ലാവർക്കും അടിയും തൊഴിയും തന്നെ. ഭാഗ്യത്തിന് നിന്റെ അമ്മ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തേനെ. ഇതിപ്പോ നമ്മൾ രണ്ടുപേരെ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. പറയല്ലേ മോനെ, ഇളയമ്മ അച്ഛൻ അടിച്ചു കൊല്ലും. അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. കമലാക്ഷി, പാതി കുടംപുളി ഇട്ട് വെക്ക്, ബാക്കി മുഴുവൻ അങ്ങ് വറുത്തേര്. ഇന്നും രാത്രി മേളമായിരിക്കും. ആടെ നിനക്കെന്നെ കാര്യം ചെയ്യണം. ഞാൻ കയറി വീഴുമ്പോഴേ എന്നെ ദേഷ്യപ്പെടുത്തരുത്. ആ ശ്രീകരം, നീ പറയൂ. ഞാൻ പറയും. തെറ്റും കൂട്ടം രാത്രിയിലെ പാർട്ടിയൊക്കെ കൊള്ളാം. പെണ്ണുങ്ങളെ വീട്ടിലിരിക്കാൻ സമ്മതിക്കണം. എന്തോ പറ്റി വീട്ടിലിരിക്കാൻ വയ്യാത്തതായിട്ട്? ഒന്നും പറ്റിയില്ല. ഓരോരുത്തൻ തീയും ചോദിച്ചോണ്ട് നേരെ അടുക്കളയിലോട്ടല്ലേ വരുന്നത്. അടുക്കളയിലേക്ക് ആരാടി വന്ന് കയറിയത്? നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെ. അതാ ചോദിച്ചത് ആരെന്ന്? പൈലി മാപ്പിള. എപ്പോഴായിരുന്നു? ഉച്ചയ്ക്ക്. അന്നേരം കമലാക്ഷി എവിടായിരുന്നു? കുളിക്കാൻ പോയിരുന്നു. അവൻ വന്നപ്പോ വിശ്വനാഥൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ബോട്ടി ചോറും തന്നേച്ച് വരുമ്പോഴാ. അവൻ ചോറ് തരാൻ വന്നപ്പോഴായിരുന്നു പൈലി വന്നത്. അതെ. എന്നിട്ട് പൈലി എന്തോ ചെയ്തു? എന്റെ കൈ കയറി പിടിച്ചു. കമലാക്ഷി, എടീ കമലാക്ഷി, പൈലി വന്ന് കയറിയപ്പോ നീ കുളിക്കാൻ പോയതായിരുന്നു ഇല്ലയോ? എവളിവിടെ തനിച്ചേ ഉള്ളെന്ന് അറിഞ്ഞുകൊണ്ടാ നീ കുളിക്കാൻ പോയത് ഇല്ലയോ? സഹായിച്ചു കൊടുത്തതാ? അല്ല. പിന്നെ? ഞാനിവിടെ ഉണ്ടായിട്ടും വലിയ വിശേഷമൊന്നുമില്ലാത്തത് കൊണ്ട്. അവൾക്ക് എന്നെ പേടിയുണ്ടാവണേല്. ഉണ്ടാവണേല്? അത് നിങ്ങൾ നേരത്തെ കരുതണമായിരുന്നു. God.